ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഓണമൊക്കെ എല്ലാവരും ഉള്ളത് കൊണ്ട് ആഘോഷിച്ചു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി വന്നിട്ട് നമ്മുടെ പാഷൻ ഫ്രൂട്ട് കൊണ്ട് ഒരു സുന്ദരി കേക്ക് വളരെ പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ്. അപ്പോൾ വേഗം തന്നെ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 3 പാഷൻ ഫ്രൂട്ട് നല്ലപോലെ പഴുത്തതാണ് അതെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ സ്ട്രെയിനർ വെച്ചിട്ട് ഇതിൻ്റെ നീര് മൊത്തം കംപ്ലീറ്റ് ആയിട്ട് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ 1 ടീസ്പൂൺ പാഷൻ ഫ്രൂട്ടിൻ്റെ കുരുക്കളും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ കാണുന്ന ഈ കട്ടിയുള്ള സാധനമൊന്നും അതിലേക്ക് വേണ്ട, നമുക്ക് കുരു മാത്രം മതി. ഇനി ഇതിൻ്റെ പാഷൻ ഫ്രൂട്ടിൻ്റെ സിറപ്പ് നമുക്ക് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ 1/4 കപ്പ് ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് ഗ്ലാസ്സിലാണോ നിങ്ങൾ അളക്കുന്നത് ആ ഗ്ലാസ്സിൽ തന്നെ എല്ലാ മെഷർമെൻറ്റ്സ് എടുക്കാൻ നോക്കുക. അപ്പോൾ ഈ 1/4 കപ്പ് പഞ്ചസാരയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് സ്റ്റൗവിൽ വെച്ച് നല്ലപോലെ തിളപ്പിച്ചെടുക്കുക. ഒരു ഷുഗർ സിറപ്പ് ആക്കുക. നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കുക. അത്യാവശ്യം ഒരു 2 മിനിറ്റ് നേരമൊക്കെ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് നേരം നമ്മുടെ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് നന്നായിട്ട് ചേരുന്നത് വരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട സ്പഞ്ച് കേക്ക് നമുക്ക് റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ 250 ml കപ്പിൽ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ 1 നുള്ള് ഉപ്പ് കൂടെ ചേർത്ത് ഒരു 3 തവണ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അങ്ങനെ അരിച്ചെടുക്കുമ്പോൾ നമ്മുടെ ബേക്കിംഗ് പൗഡറും ഉപ്പും എല്ലാം കൂടെ നല്ലപോലെ മിക്സായി കിട്ടും. അപ്പോൾ ഒരു 3 തവണയിലും നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു 3 തവണ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട വെറ്റ് ഇൻഗ്രീഡിയൻസ് നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ഞാനൊരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ആദ്യം തന്നെ ഞാനിത് നന്നായിട്ട് പൊടിച്ചെടുക്കുകയാണ്. നല്ലപോലെ ഫൈനായിട്ട് പൊടിച്ചെടുക്കുകയാണ്, തരികളൊന്നും ഇല്ലാണ്ട്. അപ്പോൾ പഞ്ചസാര നല്ലപോലെ പൊടിയായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ആ മുട്ടയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഈ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് ഓയിലാണ്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഏത് റിഫൈൻഡ് ഓയിൽ വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ല ക്രീമി പരുവാകുന്നത് വരെ നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക. അപ്പോൾ നല്ലപോലെ ഞാൻ ക്രീമി ആയിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഡ്രൈ ബൗളിലേക്ക് ഞാൻ ഈ അടിച്ച് വെച്ചേക്കുന്ന മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന പാഷൻ ഫ്രൂട്ടിൻ്റെ സിറപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ പാഷൻ ഫ്രൂട്ടിൻ്റെ സിറപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് നമ്മുടെ കേക്കിനുണ്ടാകുന്നത്. അതിൻ്റെ ഒരു നല്ലൊരു മണം ഉണ്ടായിരിക്കും. ഇനി നമ്മുടെ തരിച്ച് വെച്ചേക്കുന്ന മൈദ കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഒരു സ്പാച്ചില വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വിസ്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടോ അല്ലെങ്കിൽ ഫോർക്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടോ നിങ്ങൾക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു 3 തവണയായിട്ടാണ് ഈ പൊടികളിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ കട്ടിയാവുകയാണെങ്കിൽ ഇളം ചൂടുള്ള വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാനിവിടെ പാല് യൂസ് ചെയ്യുന്നില്ല. ചിലപ്പോൾ ഈ പാഷൻ ഫ്രൂട്ടിന് ഒരു പുളി ഉണ്ടല്ലോ, ആ പുളിയും പാലും കൂടെ മിക്സായിട്ട് ചിലപ്പോൾ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ ഇളം ചൂടുള്ള വെള്ളം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കാം. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാൻ ഇവിടെ റെഡിയാക്കി ഓയിലൊക്കെ ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ റിബൺ പോലെ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. എന്നാലേ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റായിട്ട് ബേക്കായി കിട്ടത്തുള്ളൂ. അപ്പോൾ കേക്ക് ബാറ്ററൊക്കെ ഒഴിച്ചു കൊടുത്തു. ഇനി 2-3 പ്രാവശ്യം തട്ടി കൊടുക്കുക. അപ്പോൾ അതിൽ ട്രാപ്പായിട്ടുള്ള എയറൊക്കെ ഒന്ന് എക്സ്പെല്ലായി പൊക്കോളും. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഇവിടെ കടായി പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചായിരുന്നു. ഇതിലേക്ക് ചൂടായ പാനിലേക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ അടങ്ങിയിട്ടുള്ള പാത്രം വെച്ച് കൊടുക്കുക. ഞാൻ ഇവിടെ ലോ ഫ്ലെയിമിൽ ഒരു 40 മിനിറ്റാണ് നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാൻ എടുത്തേക്കുന്നത്.
അപ്പോൾ കേക്ക് നല്ല പെർഫെക്റ്റായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചതുകൊണ്ട് ആണ് 40 മിനിറ്റ് ആയത്. ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെക്കും, അപ്പോൾ അത് ഒരു 25 മിനിറ്റ് ആകുമ്പോഴത്തേനും ബേക്കായി കിട്ടും. ഇനി കേക്ക് ഐസിങ് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് ഞാനിവിടെ വിവോൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തേക്കുന്നത്. ഞാനൊരു 3/4 കപ്പോളം വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. ഇങ്ങനെ ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ക്രീം വേണ്ടത്. എന്നാലേ നമുക്ക് ബീറ്ററും കൊണ്ട് ബീറ്റ് ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് നല്ല സ്റ്റിഫ് പീക്കിൽ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാനൊരു 3/4 കപ്പോളം വിപ്പിംഗ് ക്രീം എടുക്കുകയാണ്. ബീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ബീറ്റർ നല്ല ലോ സ്പീഡിലായിട്ട് ബീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ അത് കൂട്ടി അതിൻ്റെ സ്പീഡ് കൂട്ടി കൊണ്ടുവരിക. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കാണിക്കാത്തൊരു കാര്യമുണ്ട്. ഞാൻ ഇടയ്ക്ക് ഈ ബീറ്റിംഗ് ഒന്ന് നിർത്തിയിട്ട് അതിലേക്ക് നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ സിറപ്പ് ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തായിരുന്നു. പിന്നെ ഇതിന് മധുരം ഇല്ലയെന്ന് കണ്ടപ്പോൾ ഞാൻ ഇച്ചിരി പൊടിച്ച പഞ്ചസാര ഒരു 2 ടേബിൾ സ്പൂൺ കൂടെ ചേർത്തായിരുന്നു. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പാഷൻ ഫ്രൂട്ടിൻ്റെ ജെല്ലാണ്. അപ്പോൾ ബാക്കിയുള്ള പാഷൻ ഫ്രൂട്ടിൻ്റെ സിറപ്പ് ഞാനൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞാൻ ഒരു ടീസ്പൂൺ കോൺഫ്ലവറും 1.5 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ടുള്ള ഒരു മിക്സാണിത്. ഇതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. ഒന്ന് കട്ടി കൺസിസ്റ്റൻസി ആവുന്നത് വരെ സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ സിറപ്പ് നല്ലപോലെ ഒന്ന് തിളച്ച് കുറുകി വന്നപ്പോഴത്തേനും ഞാനങ്ങ് നിർത്തി. പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. നമ്മുടെ കോൺഫ്ലവർ ഒഴിച്ചുകൊണ്ട് തന്നെ നമ്മുടെ മിക്സ് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ട് പേടിക്കണ്ട, നല്ല ലൂസായിട്ട് തന്നെ ഇരിക്കുന്നത്. നമ്മൾ ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ആ ഒരു കൺസിസ്റ്റൻസി ആയി വരും. ഇപ്പോൾ ഈ ചൂടോടെ ഇരിക്കുന്നതുകൊണ്ടാണ് ഇത്രയും ലൂസായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ചൂട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് എന്നോട് കുറച്ച് പേര് ചോദിച്ചായിരുന്നു കേക്ക് എങ്ങനെ എത്ര പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഞാൻ കാണിച്ചായിരുന്നു കേക്ക് സ്റ്റാൻഡ്, ഒരു തട്ടിക്കൂട്ട് സ്റ്റാൻഡ് എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത്. അപ്പോൾ അതേ സെയിം സിസ്റ്റം തന്നെയാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ മുകളിൽ നമ്മുടെ ബേക്ക് ചെയ്ത് വെച്ചേക്കുന്ന കേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുക്കുക. നമ്മുടെ കേക്ക് ലെവലിലായിട്ടാണോ ഇരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുക്കുക. എന്നിട്ട് കയ്യിൽ നല്ലൊരു മൂർച്ചയുള്ള കത്തി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഈ കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ എവിടെയാണോ വേണ്ടത് അവിടെ ആ ഒരു ലൈനിലൂടെ ജസ്റ്റ് ആ കത്തിയുടെ അറ്റം വെച്ചിട്ട് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുക, ഞാൻ ഈ കാണിച്ചു തരുന്ന പോലെ. എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ ഒരു നൂലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സാധാരണ നമ്മൾ തയ്ക്കുന്ന നൂലാണെങ്കിലും മതി, അത് ഈ കേക്കിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഇട്ടിട്ട് ഒന്ന് ക്രോസ് ചെയ്ത് പുറത്തേക്ക് എടുക്കുക. അങ്ങനെ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഉൾഭാഗം നല്ല നൈസായിട്ട് തന്നെ നല്ല നീറ്റായിട്ട് തന്നെ കട്ട് ചെയ്ത് കിട്ടും. അപ്പോൾ ഞാൻ കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല വൃത്തിയിൽ തന്നെ അത് കട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഫസ്റ്റ് ലെയർ കട്ടായി വന്നിട്ടുണ്ട്. പ്രൊജക്ഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ കട്ടായിട്ടുണ്ട്. ഇനി അടുത്ത ലെയർ ഞാൻ കട്ട് ചെയ്യുന്ന കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ തന്നെ കത്തി വെച്ചിട്ട് ഒന്ന് ലൈൻ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ നൂല് വെച്ച് ഒന്ന് ക്രോസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ലെയർ നമുക്ക് നല്ല രീതിയിൽ കട്ടായി കിട്ടും. അപ്പോൾ ഇതുപോലെ ഞാൻ 3 ലെയറും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി കേക്ക് ഐസിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ ഞാൻ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ ഞാൻ ഷുഗർ സിറപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ ഷുഗർ സിറപ്പ് ഒരു 1/4 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് വെള്ളം കൂടെ തിളപ്പിച്ച് എടുത്തതാണ്. അതിലേക്ക് ഞാൻ പാഷൻ ഫ്രൂട്ടിൻ്റെ ആ ഒരു സിറപ്പ് ഉണ്ടായിരുന്നില്ലേ, അതും കുറച്ച് ഒഴിച്ചു കൊടുത്ത് തിളപ്പിച്ചതാണ്. അപ്പോൾ ഈ ഒഴിച്ച് വെച്ചതിൻ്റെ മുകളിലേക്ക് ഞാൻ വിപ്പിംഗ് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണ്. പിന്നെ ഇതുപോലെ ഒരു സ്പാച്ചില ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് സ്പ്രെഡ് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ്സ് ഉണ്ടല്ലോ, അതൊക്കെ പരന്നിരിക്കുന്ന ഒരു സർഫസ് ആണല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് സ്പ്രെഡ് ചെയ്യാം. ഇല്ലെങ്കിൽ സാധാ ഒരു നൈഫ് വെച്ചിട്ട് സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ എല്ലാ ലെയേഴ്സും ഞാൻ ഐസിങ് ചെയ്തെടുക്കുകയാണ്. 3 ലെയറിലും ഞാൻ ഷുഗർ സിറപ്പ് ഒഴിച്ച് ഞാൻ അതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം തേച്ച് ഞാൻ കവർ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ 3 ലെയറും വെച്ച് നല്ലപോലെ വിപ്പിംഗ് ക്രീം കൊണ്ട് ടോപ്പിംഗ് ചെയ്തിട്ടുണ്ട്, നല്ലപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി ഇത് ഒരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ തണുപ്പിക്കാനായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് വെക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കേക്ക് കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ ക്രം കോട്ടിങ് മാത്രമേ ചെയ്യുന്നുള്ളൂ, വേറെ അധികമായിട്ട് വിപ്പിംഗ് ക്രീം കൊണ്ട് കവറിങ് ഒന്നും ചെയ്യുന്നില്ല. പിന്നെ ഈ ഡിസൈൻ ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാം. അപ്പോൾ ഞാൻ എനിക്കറിയാവുന്ന പോലെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന പാഷൻ ഫ്രൂട്ടിൻ്റെ ജെല്ല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ജെല്ലി ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ക്രീം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നീങ്ങത്തില്ല, സെറ്റായിട്ട് തന്നെ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജെല്ലി ഒഴിക്കുമ്പോൾ നല്ല വൃത്തിയിൽ തന്നെ സ്പ്രെഡായി പൊക്കോളും. അപ്പോൾ ഞാൻ ഒരു ഭംഗിക്ക് എല്ലാ സൈഡിലും നല്ലപോലെ ഒലിച്ചു വരുന്ന രീതിയിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ബാക്കിയുള്ള വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ സ്റ്റാർ നോസിൽ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഈ 2 ഡിസൈനും ഞാൻ സ്റ്റാർ നോസിൽ വെച്ചിട്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ കേക്ക് ഡെക്കറേഷനൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം നോക്കിയിരുന്നപ്പോൾ എന്തോ ഒരു മിസ്സിങ് പോലെ എനിക്ക് തോന്നി. അപ്പോൾ എൻ്റെ കയ്യിൽ ഇച്ചിരി ജാം ഉള്ളതുകൊണ്ട് ആ ജാം വെച്ചിട്ട് ഞാൻ കേക്കിൻ്റെ മുകളിലുള്ള ഫ്ലവേഴ്സിൻ്റെ മുകളിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ടോപ്പിങ്സ് വെച്ച് കൊടുക്കുവാണ്. അപ്പോൾ നല്ലൊരു ഭംഗി പോലെ എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങളുടെ കേക്ക് നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഇനി വേണ്ടത് നമ്മുടെ കേക്ക് ഒന്ന് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കേക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. വളരെ സ്മൂത്തായിട്ട് തന്നെ നമ്മുടെ കേക്ക് കട്ടായി കിട്ടുന്നുണ്ട്. കേക്ക് എപ്പോഴും എപ്പോൾ ഐസിങ് ചെയ്യുവാണേലും ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ട് തന്നെ വെറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ആകുമ്പോൾ നല്ല സ്പഞ്ചി ആയിട്ട് നല്ല ടേസ്റ്റി ആയിരിക്കും നമ്മുടെ കേക്ക്. സോ ഇന്നത്തെ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.